8 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 12 മാർക്ക് കിട്ടും. പക്ഷെ 4 ചാപ്റ്റർ പഠിച്ചാൽ 13 മാർക്ക് കിട്ടും. ഇതറിയണം. ഒന്നും പഠിക്കാത്ത, ഒരു ബേസ് ഇല്ലാത്ത, ഒന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം NIOSന്റെ ബേസ് ഞാനിവിടെ ഫൗണ്ടേഷൻ ആക്കി സെറ്റ് ചെയ്ത് തരും. ഓക്കെ, പരീക്ഷ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കാണെങ്കിലും കടന്നു വരാം ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട്. സോ ഇനി ഇത് സ്റ്റാർട്ടിങ് കിട്ടണോ ബേസ് കിട്ടണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇതിലെല്ലാം ഉണ്ട്. ഓക്കെ, NIOSൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കേണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ NIOS ഏപ്രിൽ 2025 പരീക്ഷയിൽ ഒറ്റ കുട്ടികളും തോൽക്കൂല, എല്ലാവർക്കും ജയിക്കാൻ പറ്റും. എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ മക്കളെ, നമ്മുടെ ഏപ്രിൽ 2025 ക്രാഷ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മളിവിടെ ക്രാഷ് ലോഞ്ച് ചെയ്യും. ഈ ക്രാഷ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഓട്ടം നമ്മുടെ എക്സാമിനേഷന് വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ പരീക്ഷ വിജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, തോൽക്കാൻ വേണ്ടിയിട്ടല്ല, വിജയിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ കുട്ടികൾ ക്രാഷ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു 30% കുട്ടികൾ നമ്മളോടൊന്ന് ചോദിക്കും, സാർ എന്തോ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ പറഞ്ഞല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കുട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഈ ഒരു ക്രാഷ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ ബുക്കിംഗ് നടത്തിയിരുന്നു. 4 ദിവസം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് അങ്ങോട്ട് ഫില്ലായിരിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങി. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നമ്മുടെ ക്രാഷിന്റെ ഫസ്റ്റ് ഇൻട്രോ സെഷൻ ഒക്കെ കുട്ടികൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ പ്രീ ബുക്കിംഗ് കഴിഞ്ഞതാ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഏപ്രിൽ 2025 എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പാസ് ആവണം. സാറേ, എന്താണ് ക്രാഷ്? ക്രാഷിനെ കുറിച്ച് പറഞ്ഞുതരുമോ? എന്താണ് ഈ ക്രാഷ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം, ക്രാഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആണ്. നമുക്കൊരു പ്ലെയിൻ, ഒരു വിമാനം നമ്മൾ കൊണ്ടുപോയിട്ട് ക്രാഷ് ലാൻഡ് ചെയ്തു അല്ലെ? വിമാനം ഇറക്കാൻ പറ്റുന്നില്ല, നമ്മളവിടെ കൊണ്ടുപോയി ക്രാഷ് ലാൻഡ് ചെയ്തു. എന്താ? ഇടിച്ച് നമ്മൾ ലാൻഡ് ചെയ്യിപ്പിക്കുക, അതാണ് ക്രാഷ് ലാൻഡിങ്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്രാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊട്ടിച്ചു, ബ്രേക്ക് ചെയ്തു. സോ ആ ഒരു ബ്രേക്കിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹിസ്റ്ററി ബ്രേക്ക് ചെയ്യാണ്, നമ്മുടെ ചരിത്രം ബ്രേക്ക് ചെയ്യാണ്. ഹിസ്റ്ററി സബ്ജക്റ്റ് അല്ല, നമ്മൾ NIOS ഏപ്രിൽ 2025 നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിപ്പിക്കാനുള്ള ആ ഒരു ചരിത്രത്തെ നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് കോൺടാക്ട് ചെയ്യുന്നത്. സോ ക്രാഷ് കോഴ്സിലോട്ട് വന്ന് ക്രാഷ് കോഴ്സ് എടുത്ത് ക്രാഷ് കോഴ്സ് പഠിച്ച് ക്രാഷ് കോഴ്സിലൂടെ നമുക്ക് എല്ലാവർക്കും എക്സാമിനേഷൻ ക്രാഷ് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ക്രാഷ് കോഴ്സ്. അത് നമ്മുടെ സീസൺ 5 നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ജേണി, സക്സസ് ജേണിയാണ്. ഞാൻ ആദ്യമായിട്ട് സീസൺ 1 ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഞാനാ കൊണ്ടുവന്നത്. ഫസ്റ്റ് പറഞ്ഞു ക്രാഷ് കോഴ്സ് ഉണ്ട്, ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സ് കയറിക്കോ, പാസ്സാക്കും എന്ന് പറഞ്ഞു, പാസ്സാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എൻ്റെ കുട്ടികളൊക്കെ എന്നെ വിശ്വസിച്ചു. ഒരുപാട് കുട്ടികൾ എൻ്റെ കോഴ്സിലോട്ട് വന്നു, എല്ലാവർക്കും ജയിക്കാൻ പറ്റി. അന്ന് കുറെ ആളുകൾ പറഞ്ഞിരുന്നു, എന്ത് ഇതൊക്കെ വെറുതെയാണ്, അതെങ്ങനെ 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഇയാൾ ഇപ്പോൾ ഈ 1 മാസം കൊണ്ടുകൂടെയാണ് കാട്ടാൻ പോകുന്നത്, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇറ്റ്സ് നത്തിങ്. അങ്ങനെ പറഞ്ഞ ആളുകൾക്കൊക്കെ ആ ഒരു റിസൾട്ട് വിജയമാക്കി കൊടുത്ത് നമ്മൾ കാണിച്ചു. നമ്മുടെ കുട്ടികൾ അത് ബാസ് ഈക്വൽ ടു പാസ്സായി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സീസൺ 2 വന്നപ്പോഴും ഇത് തന്നെയാണ്. ചക്കട്ടപ്പ മുതലെത്തു കഴിഞ്ഞ ബാച്ചിൽ. എന്നാൽ ഈ ബാച്ചിൽ ഇയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ സീസൺ 2 ബാസ് ഈക്വൽ ടു ഡബിൾ ടൈം പാസ് ആണ്, 2x പാസ് ആണ്. ഓക്കെ, ഇനി സീസൺ 3യും സീസൺ 4 ഇപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾക്ക് വന്ന വിമർശനങ്ങളെയൊക്കെ പുഞ്ചിരിയോട് കൂടി നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അതേ രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം എന്ന് ആവശ്യമുള്ള ആളുകൾക്ക്, പരീക്ഷ പാസ്സാവണമെന്ന് അത്യാവശ്യമുള്ള ആളുകൾക്ക്, ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള കുട്ടികൾക്ക് ഈ താങ്ങായും തണലായിട്ടും നമ്മളെ കോഴ്സിലെ സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ സപ്പോർട്ടിംഗ് ആ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതൊരു മന്ത്രമല്ല, മായമല്ല, മായാജാലമല്ല. ഇതെന്താണ്? ഇറ്റ്സ് ഓൺലി എ ഹാർഡ് വർക്ക്, എ ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ആണ്. സോ അത് നമ്മളിവിടെ ചെയ്യുന്നു. ഒറ്റക്കല്ല, നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ സീസൺ 5 നമ്മളിപ്പോൾ വരികയാണ്. സീസൺ 5 വരുമ്പോൾ ഏപ്രിൽ 2025 വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സീസൺ 5 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത് നമ്മുടെ സീസൺ 5 വരുമ്പോൾ എന്താണ് ക്രാഷ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രാഷ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ക്രാഷ് എന്താണ്? ക്രാഷ് എന്താണ്? ഓക്കെ, സോ NIOS ഏപ്രിൽ 2025 അഡ്മിഷൻ എടുത്തു, ഒന്നും പഠിച്ചിട്ടില്ല. രജിസ്റ്റർ ചെയ്തു, ഒന്നും പഠിച്ചിട്ടില്ല. PCP ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഒന്നും പഠിച്ചിട്ടില്ല. TM ഒക്കെ വെച്ചു, ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം ചെയ്തു, പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കാൻ പറ്റാത്ത നമുക്ക് പഠിക്കാൻ സമയമില്ലാത്തതിന്റെ പ്രശ്നമാണ്. അങ്ങനെ സമയമില്ലാത്ത ആളുകൾക്കും, അതുപോലെ തന്നെ പഠിക്കാൻ സമയം കിട്ടിയാൽ പോലും
തലയിലോട്ട് ഇതെല്ലാം കൂടി കയറൂല. ഇത്രയും വലിയ ചാക്ക് കെട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ തലയിലോട്ട് കയറില്ല. പുസ്തകങ്ങൾ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും പുസ്തകം കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്നും വന്നിട്ട് പോലുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്രയും കണ്ടന്റുകൾ, അതായത് ഈ ഒരു NIOS എന്ന് പറയുന്ന സിലബസിനെ മൊത്തമായിട്ട് പഠിക്കാൻ സമയമില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ഇതിൽ നിന്നും ഇത് പരീക്ഷയ്ക്ക് വരുന്നത്, ഇത് പരീക്ഷയ്ക്ക് വരാത്തത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്നതിനെ മാത്രം ഇവിടെ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ ഇതാ വെക്കുന്നു. അതാണ് നമ്മുടെ ക്രാഷ്. ഓക്കെ, സോ അതിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് എങ്ങനെ കൊണ്ടുവരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു കടലിൽ നിന്നും നമ്മൾ NIOS എന്ന് പറഞ്ഞ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നിന്നും നമ്മുടെ ക്രാഷ്, നമ്മുടെ ഈ ചെറിയൊരു കൊച്ചു തടാകത്തിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നു ക്രാഷ്. ഓക്കെ, സോ ആ ക്രാഷിൽ നമ്മൾ എടുക്കുന്ന കണ്ടന്റുകൾ എന്തായിരിക്കും? ഇമ്പോർട്ടന്റ്, റെലവെന്റ്. ഓക്കെ, അപ്പൊ ഇന്റെ കുട്ടികൾക്ക് ഒന്നും പഠിക്കാത്ത ആളുകളും പഠിച്ചു തുടങ്ങിയവർക്കും റിവിഷൻ ചെയ്യണം എന്ന് പറയുന്നവർക്കും എന്ത് ചെയ്യാം? ലൈക്ക് പരീക്ഷ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കാണെങ്കിലും കടന്നു വരാം ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട്. സോ ഇനി ഇത് സ്റ്റാർട്ടിങ് കിട്ടണോ ബേസ് കിട്ടണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇതിലെല്ലാം ഉണ്ട്. ഓക്കെ, അതിൽ എല്ലാം ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്ത് വേ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു ഇൻട്രോ കഴിഞ്ഞ സാറ്റർഡേ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ക്രാഷിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ആ ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കും. സോ ആ ഇൻട്രോഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രാഷ് എന്താണെന്ന് ചോദിച്ച കുട്ടികളോട് പറഞ്ഞു ഇത് ഫുള്ളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല, ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. സോ നമ്മൾ ആദ്യം തന്നെ സം ബേസിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് 4 ടോപ്പിക് കണ്ടന്റുകളാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ള ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 22 പാഠങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു 4 പാഠങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 12 13 മാർക്കിന് ചോദ്യങ്ങൾ വരും. ഇനി ഒരു 8 പാഠങ്ങളും ചിലപ്പോൾ 12 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, 8 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 12 മാർക്ക് കിട്ടും. പക്ഷേ 4 ചാപ്റ്റർ പഠിച്ചാൽ 13 മാർക്ക് കിട്ടും. ഇതറിയണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതറിയണം. മാർക്ക് അറിഞ്ഞ് പഠിക്കണം അല്ലേ? ദിശ അറിയാവുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും കേട്ടിട്ടുണ്ടോ? അതേപോലെ നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാവണം എന്നുള്ള ഡിറ്റർമിനേഷനുള്ള കുട്ടികൾ NIOSന്റെ സിലബസ് മാർക്കിംഗ് എങ്ങനെയാണ്, മാർക്കിംഗ് സ്കീം നോക്കണം. ആ സ്കീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 4 പാഠങ്ങൾ പഠിക്കുമ്പോൾ 13 മാർക്ക് കിട്ടുക, 8 പാഠങ്ങൾ പഠിക്കുമ്പോൾ 12 മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഈ 8 പാഠം 12 ഏറ്റവും ഈസി എന്താണ്? 4 മാർക്കിൽ 13 അടിക്കുന്നതല്ലേ അല്ലേ? സോ അങ്ങനെ 22 പാഠങ്ങൾ മൊത്തം പഠിച്ചാൽ കിട്ടുന്ന 100 മാർക്ക് എങ്കിൽ അതിൽ നിന്നും നമുക്കൊരു 60 മാർക്ക് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ 12 പാഠങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതിലോട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഒന്നും പഠിക്കാത്ത, ഒരു ബേസ് ഇല്ലാത്ത, ഒന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം NIOSന്റെ ബേസ് ഞാനിവിടെ ഫൗണ്ടേഷൻ ആക്കി സെറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ അതവിടെ ഫിനിഷായി. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ലോഞ്ച് ചെയ്യും. ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ ഈ കണ്ടന്റ് ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കിൽ തന്നെ MCQ, FIB, മാച്ച് ഫോളോയിങ്, ട്രൂ ഓർ ഫാൾസ്, സിംഗിൾ സെന്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ MCQ നിങ്ങൾ 50 മാർക്കിന്റെ എല്ലാ കണ്ടന്റുകളും ഓരോ സബ്ജക്റ്റിന്റെയും നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ബാങ്ക് പറഞ്ഞാൽ എന്താ? ബാങ്ക് പറഞ്ഞാൽ ഒരു ശേഖരണമാണ്, സ്റ്റോറേജ് ആണ്. അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് സ്റ്റോറേജ് ആണ്. ഈ സ്റ്റോറേജ് നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഒരു സ്റ്റോറേജ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന MCQ, FIB, മാച്ച് ഫോളോയിങ്, വൺ വേർഡ് സെന്റൻസ്, ട്രൂ ഓർ ഫാൾസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഈ കണ്ടന്റ് മുഖേന നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുക്കും. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷ ഹാളിൽ പോകുമ്പോൾ ഒന്നും പഠിക്കാണ്ടല്ലോ, അപ്പുറം വർത്തമാനം പറയാനുണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ആക്സസ് ഉണ്ടാവും. സോ ജസ്റ്റ് നോക്കിയാൽ മതി. അതിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ MCQയിലൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് നോക്കിയാൽ മതി, അത് മാത്രം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വീണ്ടും നമ്മൾ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ തടാകത്തിലോട്ട് വരുമ്പോൾ അവിടെ ലേക്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അത് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി അതും കഴിഞ്ഞ് നമ്മൾ Q&A സെഷനിലോട്ട് വരും. Q&A സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ഒബ്ജക്റ്റീവ് ആയാലും ശരി, സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, VSA, SA, LA, ഏത് ചോദ്യങ്ങളായിക്കോട്ടെ അതെല്ലാം നമുക്ക് കഴിഞ്ഞ 3 ബാച്ചുകളിൽ, അതായത് ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ 2024 അതിന് മുമ്പുള്ള ഏപ്രിൽ 2024 അതിന് മുമ്പുള്ള ഏപ്രിൽ 2023 3 ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു പുതിയ പാറ്റേൺ, ബൈഫർക്കേറ്റ് സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കടലിൽ നിന്നും വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളെയും നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു ലേക്ക്, ഈ ഒരു തടാകത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ക്രാഷ്. അവിടെ നമുക്ക് Q&A എന്നുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാവും. അതും നമുക്ക് ഈ കണ്ടന്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഈ പറഞ്ഞ 12-13 മാർക്കല്ല, 100 മാർക്കും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കും എങ്ങനെ സാറേ പറയാൻ നല്ല സുഖമാണ്, പക്ഷെ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ 4 ടോപ്പിക് വരും, ഈ 4 ടോപ്പിക് തന്നെ പരീക്ഷയ്ക്ക് വരുന്നത് ഉറപ്പുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. സോഷ്യോളജിയിൽ നിങ്ങളുടെ
13ാമത്തെ ചാപ്റ്ററാണ് ഫാമിലി, കുടുംബം എന്ന് പറയുന്നത്. സോ കുടുംബത്തിൽ നമുക്കറിയാം വാട്ട് ഈസ് ഫാമിലി ഉണ്ട്, അതേപോലെ ജോയിന്റ് ഫാമിലി ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പാട്രിലോക്കലും അതേപോലെ തന്നെ മാട്രിലോക്കൽ ഫാമിലി അല്ലേ, അങ്ങനെ ഒരുപാട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ഫാമിലിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വരുന്നുണ്ട്. സോ ഫാമിലി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരുന്നുണ്ട്. ഫാമിലിയുടെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് വരുന്നുണ്ട്, ഫാമിലിയുടെ റോൾസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലി എങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആയി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലി നമ്മളുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. എങ്ങനെയുള്ള ചേഞ്ചസുകളാണ് ഇതിൽ വന്നിടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ ഫാമിലി എന്താ, അതേപോലെ തന്നെ ജോയിന്റ് ഫാമിലി എന്താ, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി എന്താന്നുള്ളതാണ്. സോ ഈ ഒരു 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് വരാൻ പോകുന്ന 4 ടോപ്പിക്കുകളാണ്. വാട്ട് ഈസ് ഫാമിലി, എക്സ്പ്ലെയിൻ അബൌട്ട് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി, പിന്നെ അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അടുത്തത് ഫങ്ഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഇത്രയുള്ളൂ. ഈ 4 ചോദ്യങ്ങളെ ഇന്ന് ചോദിക്കുള്ളൂ. ഈ 4 ടോപ്പിക്കാണ് നമ്മൾ ഇതേപോലെ ഓരോ പാഠങ്ങൾ, ഇതൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് ഫാമിലി പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾ ഏത് ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും ഈ ഒരു ഏത് പാഠം എടുക്കുകയാണെങ്കിലും ഒരു 4 ടോപ്പിക്ക്, ആ 4 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു 4 ടോപ്പിക്ക് അറിയാൻ പറ്റുക, അത് മാത്രം എന്താ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ 4 ടോപ്പിക്കിൽ ഒന്നായിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, അതാണ് 4 ടോപ്പിക് കണ്ടന്റ് എന്ന് പറയും. 4 ടോപ്പിക് കണ്ടന്റ് ആണ് ഈസിയാണ്. ഒരു ചാപ്റ്ററിൽ 4 ടോപ്പിക് തരും. ഈ 4 ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങൾ വന്നാലും ഈ 4-ൽ ഒന്നായിരിക്കും അതിന്റെ ഉത്തരം. അതാണ് എഴുതി കൊടുത്താൽ മതി. അത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് നല്ല മാർക്ക് വെയിറ്റേജ് ഉള്ളതിൽ മാത്രം നമ്മൾ അത് കൊടുക്കും. അതിന് നമുക്കിപ്പോൾ സമയമുള്ളൂ. ഒരു 1.5 മാസം കൊണ്ട് നമ്മൾ ഇത് ഫുൾ സെറ്റ് ആക്കാൻ പോവാണ്. നമുക്ക് വെറുതെ പാസ്സായ പോലെ ക്രാഷിലൂടെ നമുക്ക് 90+ മാർക്ക് നേടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എക്സാംസിന്റെ ടിപ്സും ട്രിക്സും പറഞ്ഞുതരും. അത് വേറൊരു മെത്തേഡാണ് മക്കളെ. ഈ ഒരു NIOS എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റുന്ന എന്താ നമ്മൾ കൊടുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ആ മോട്ടിവേഷൻ ഗൈഡൻസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. കാരണം പരീക്ഷ എങ്ങനെ എഴുതണം, അവരെങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അല്ലെ അവർക്ക് എങ്ങനെയാണ് നമ്മുടെ പേപ്പർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒന്നും അറിയാത്തൊരു ചോദ്യമാണെങ്കിൽ പോലും അത് എങ്ങനെ അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യം പറയും. ഓക്കെ, നമുക്കൊരു ചോദ്യം വായിച്ചിട്ട് ഒന്നും അറിയില്ല, ആ ചോദ്യം എനിക്ക് അറിയണില്ല, പഠിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുക്കും. സോ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ കുറേ തിയറികളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ആ ഒരു കോഡിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കണം എന്നുള്ള കാര്യം മാത്രമല്ല, പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയില്ല, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ നമ്മുടെ കോൺഫിഡൻസ് പോകാൻ പാടില്ല. അതും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റണം. ഈ NIOS എക്സാമിനേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റുന്നത് ഈ പറഞ്ഞ ട്രിക്സുകൾ യൂസ് ചെയ്തിട്ടാണ്. ഫൈനലി നമ്മളൊരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. മോഡൽ എക്സാം എന്ന് പറയുന്ന എക്സാം പാറ്റേൺ ആണ്. നമ്മുടെ NIOS എക്സാമിനേഷൻ അതേ മാതൃകയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. സോ അതും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഇനഫ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാണ് നമ്മുടെ എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ പോയി എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്രാഷ് കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യണം മക്കളെ. സോ വി ആർ ലോഞ്ചിങ് അവർ ക്രാഷ് കോഴ്സ് സീസൺ 5 നൗ. സോ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലോട്ട് എല്ലാവർക്കും കടന്നു വരാം, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇന്നലെ സീറ്റ് ബുക്ക് ചെയ്യാം. സോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ യാത്ര, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. സോ ഇനി നമ്മൾ നിർത്തപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം വിജയിച്ചു എന്നുള്ളതിന്റെ കുട്ടികളോട് പറയുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ജേർണി സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് പറഞ്ഞത് നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും, ആ മനസ്സിലാക്കിയ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഇനി ഒന്നും പഠിക്കാത്ത ആളുകൾക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ നല്ല മാർക്കോട് വിജയിക്കുക എന്നുള്ളതിനെ കുറിച്ച് ട്രിക്സ് പറഞ്ഞു. സോ അതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 2025 പഠിക്കാനുള്ള ചൂടൊന്നും കയറിയിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. നമ്മൾ പഠിക്കാൻ കുറച്ച് പേരെ തുടങ്ങിയിട്ട്, ഒരു 30% കുട്ടികൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞുമ്പോൾ സീരിയസ് ആയിട്ട് വരും. പക്ഷെ അതിനൊന്നും നിൽക്കേണ്ട, ഇപ്പൊ തന്നെ പഠിച്ചാൽ മതി, കുറച്ച് പഠിച്ചാൽ മതി, നമുക്ക് ടൈം ഉണ്ട്. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സുകൾ പോവാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്യാം. നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിലോട്ട് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യണം. എല്ലാവർക്കും വരാം. ഈ ഒരു ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ കോഴ്സിലോട്ട് വരാം. നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു കോഴ്സ് വിജയിപ്പിക്കും. നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതും, വിജയിക്കും, എല്ലാവരും വിജയിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നതിന് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.